ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 23, 24 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. 2026 ഉടൻ വരുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരു റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് 200-ലധികം മണിക്കൂറുകളാണ്. എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അതേപോലെ ടോപ്പിക് വൈസ് എക്സാമും മോഡൽ എക്സാമും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. മാത്രമല്ല 200-ലധികം വരുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. നിങ്ങൾക്കിപ്പോൾ 499 രൂപയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഇനി ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ്. അപ്പോൾ 2026 ബെഫ്ത ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ഓർത്തു വെക്കുക. 2026 ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഫ്ത ഫിലിം അവാർഡ്സിൽ ഓരോ കാറ്റഗറികളിലായിട്ട് ആർക്കൊക്കെയാണ് ഏതൊക്കെ സിനിമകൾക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്ന കാറ്റഗറി മികച്ച സിനിമയാണ്. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഏത് സിനിമയ്ക്കാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. എന്താണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള ചിത്രത്തിനാണ് എന്താണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 2026 ബെഫ്ത ഫിലിം അവാർഡാണ് നോക്കുന്നത്. അതിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള ചിത്രത്തിനാണ്. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെയും ഈ ഒരു സിനിമ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പൗൾ തോമസ് ആൻഡ്രേഴ്സൺ ആണ്. ആരാണ്? പൗൾ തോമസ് ആൻഡ്രേഴ്സൺ ആണ് എന്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. അതേപോലെ അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച നടനാണ്. അപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം ഈ ഒരു അവാർഡിൽ നേടുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കാം. റോബർട്ട് അരമയോ ആണ്. ആരാണ്? റോബർട്ട് അരമയോ ആണ് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം എന്താണ് നേടിയിരിക്കുന്നത്. ഇനി ഏത് ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഐ സ്വെയർ. എന്താണ് ഐ സ്വെയർ എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹം എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് മികച്ച നടിയാണ് കേട്ടോ. മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? ജെസ്സി ബെക്കലി ആണ്. ആരാണ്? ജെസ്സി ബെക്കലി ആണ് എന്താണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വേറെ ഒരു പുരസ്കാരത്തിൽ നമ്മൾ ഇതേപോലെ ജെസ്സിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാംനെറ്റ് എന്നുള്ള ചിത്രത്തിലൂടെയാണ് എന്താണ് ഹാംനെറ്റ് എന്നുള്ള ചിത്രത്തിലൂടെ എന്നാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? ജെസ്സി ബെക്കലിന് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആർക്കാണ്? ജെസ്സി ബെക്കലിക്കാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച നടിക്കുള്ള പുരസ്കാരമാണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി മികച്ച സംവിധാനം. മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്ന് ഓർത്ത് വെക്കുക. പൗൾ തോമസ് ആൻഡ്രേഴ്സൺ തന്നെയാണ്. എന്താണ് പൗൾ തോമസ് ആൻഡ്രേഴ്സൺ തന്നെയാണ് എന്താണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം, മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം, സംവിധാനം എന്നുള്ള കാറ്റഗറിയിലുള്ള ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയ്ക്കായിരിക്കും പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള സിനിമയ്ക്കാണ് എന്താണ് ആ ഒരു സിനിമയിലെ ഡയറക്ഷനിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഇനി നമ്മൾ പ്രത്യേകം ഈ ഒരു അവാർഡിൽ പഠിക്കേണ്ട ഒരു സിനിമയുണ്ട്. എന്താണ്? ബൂങ് എന്നുള്ള ചിത്രം. അപ്പോൾ ഈ ഒരു അവാർഡിലേക്ക് എന്താണ് ഇന്ത്യൻ സിനിമയായ ബൂങ് എന്നുള്ള ഈ ഒരു ചിത്രം നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ എന്താണ് അവാർഡ് വിൻ ചെയ്തിരിക്കുകയാണ്. ബെഫ്ത അവാർഡിലെ ഈ ഒരു സിനിമ ഇന്ത്യൻ ചിത്രമായിട്ടുള്ള ബൂങ് എന്നുള്ള ചിത്രത്തിനും എന്താണ് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഏത് കാറ്റഗറിയിലാണ് പുരസ്കാരം ലഭിച്ചത്? ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം അവാർഡാണ് ലഭിക്കുന്നത്. എന്താണെന്ന് ഓർത്ത് വെക്കുക. ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം എന്നുള്ള അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഏത് ചിത്രത്തിനാണ്? ബൂങ് എന്നുള്ള ചിത്രത്തിനാണ്. 2026 ബെഫ്ത പുരസ്കാരത്തിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം അവാർഡ് നേടിയിട്ടുള്ള ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ് എന്നുള്ള ചിത്രമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇതൊരു മണിപ്പൂരി ചിത്രമാണ്. എന്താണ്? മണിപ്പൂരി ചിത്രമാണ്. നമുക്കറിയാം അല്ലേ, മണിപ്പൂരി ചിത്രമാണ് എന്താണ് ബൂങ് എന്നുള്ള ചിത്രം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ, അതായത് ബെഫ്തയുടെ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം അവാർഡിലെ ഇന്ത്യൻ സിനിമ ഒരു പുരസ്കാരം നേടുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം നേടുന്ന ഇന്ത്യൻ ചിത്രമാണ് ബൂങ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു മണിപ്പൂരി ചിത്രമാണ്. ഇനി ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ലക്ഷ്മി പ്രിയ ദേവിയാണ്. ആരാണ്? ലക്ഷ്മി പ്രിയ ദേവിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബെഫ്ത അവാർഡിലേക്ക് ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം അവാർഡ് നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചിത്രമാണ് ബൂങ് എന്നുള്ള ചിത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് 2026 ബെഫ്ത ഫിലിം അവാർഡാണ്. അപ്പോൾ ഈ അവാർഡിലെ ഇത്രയും കാറ്റഗറി 5 കാറ്റഗറികളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതെന്നാണ്. ഓർത്ത് വെക്കാം, തിരുവനന്തപുരം വിമാനത്താവളമാണ്. എന്താണ്? തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ
ഉഡാൻ യാത്രി കഫേ, ഉഡാൻ യാത്രി കഫേ, അതായത് യാത്രക്കാർക്കൊക്കെ എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു കഫേ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇനി ഈ ഒരു വിമാനത്താവളത്തിൽ നമ്മുടെ ഈ ഒരു ഉഡാൻ യാത്രി കഫേ ആരാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. നമ്മുടെ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിട്ടുള്ള റാം മോഹൻ നായിഡു ആണെന്നാണ് ഈ ഒരു കഫേ ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ ഡിജി യാത്രാ സൗകര്യം കൂടി ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഡിജി യാത്ര? നമുക്കറിയാവുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഡിജി യാത്ര എന്നുള്ളതും കൂടി എവിടെ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. തിരുവനന്തപുരം വിമാനത്താവളത്തെ ഉദ്ഘാടനം ചെയ്തു. ഇനി ഈ ഒരു ഉഡാൻ യാത്രി കഫേ എന്ന് പറയുന്നത് ശംഖുമുഖത്തുള്ള ആഭ്യന്തര ടെർമിനലും അതേപോലെ തന്നെ ചാക്കയിലുള്ള അന്താരാഷ്ട്ര ടെർമിനലും എന്താണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ 2 കഫേകളാണ് എന്താണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിനൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള മംഗളൂരു അതേപോലെ മുംബൈ, നവി മുംബൈ തുടങ്ങിയ എയർപോർട്ടുകളിലും ഈ ഒരു സൗകര്യം, അതായത് ഉഡാൻ യാത്രി കഫേ എന്നുള്ള സൗകര്യം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. SIRമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 2026 ഫെബ്രുവരിയിൽ എന്താണ് സംസ്ഥാനത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് SIRമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി SIRന്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്കറിയാം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ് എന്താണ് SIRന്റെ ഫുൾ ഫോം വരുന്നത്. ഇനി ആ ഒരു പട്ടിക പ്രകാരം, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അന്തിമ പട്ടിക പ്രകാരം, വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതാണെന്ന് ഓർത്തു വെക്കുക. അതായത് 2026 ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള ഈ ഒരു അന്തിമ SIRന്റെ അന്തിമ വോട്ടർ പട്ടിക ലിസ്റ്റ് പ്രകാരം എന്താണ് നിയോജക മണ്ഡലം, അതായത് വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള നിയോജക മണ്ഡലം ഏതാണെന്ന് ഓർത്തു വെക്കുക. തിരൂരാണ് കേട്ടോ, തിരൂരാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് എന്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നിയോജക മണ്ഡലമാണ്, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലമാണ് നോക്കിയത്. ഇനി ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതാണ്? എറണാകുളമാണ് കേട്ടോ. എറണാകുളം നിയോജക മണ്ഡലമാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നിയോജക മണ്ഡലമായിരിക്കുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അപ്പോൾ ആ ഒരു മലപ്പുറം തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് കണക്ട് ചെയ്ത് അവിടെ പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല, ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? അത് വയനാടാണ് കേട്ടോ. വയനാടാണ് എന്താണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല, ഏറ്റവും കുറവാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടിയ ഏക ജില്ല ഏതാണ്? അതും മലപ്പുറമാണ്. എന്താണ്? പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടിയ ഏക ജില്ല ഏതാണ്? മലപ്പുറമാണ്. അപ്പോൾ എല്ലായിടത്തും എന്താണ് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ എന്താണ് സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് പുരുഷ വോട്ടർമാരുടെ എണ്ണം കൂടുതലായിട്ടുള്ളത്. അതായത് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷ വോട്ടർമാരുള്ളത് ഏത് ജില്ലയിൽ മാത്രമാണ്? അത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. ഇനി കേരളത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം എത്രയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 2.69 കോടിയാണ് കേട്ടോ. 2.69 കോടി വോട്ടർമാരാണ് ഈ ഒരു പട്ടിക പ്രകാരം എന്താണ് കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. SIRന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രകാരമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത്രയും നല്ലതുപോലെ പഠിക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ കേരളത്തിൽ സ്ഥാപിതമായ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതെന്നാണ്. അപ്പോൾ നില ഹെറിറ്റേജ് മ്യൂസിയം ആണ്. ഏതാണ്? നില ഹെറിറ്റേജ് മ്യൂസിയം ആണ്. എവിടെയാണ് സ്ഥാപിതമായത്? പൊന്നാനിയിലാണ്. എവിടെയാണ്? പൊന്നാനിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതൊരു കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ആണ്. അതായത് എന്താണ് കാഴ്ച പരിമിതരായവർക്കും, അതായത് കാഴ്ച വൈകല്യമുള്ളവർക്കും എന്താണ് ഇവിടെ നൽകിയിരിക്കുന്ന അവർക്ക് എന്താണ് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് സഹായകരമാവുന്ന സാങ്കേതിക വിദ്യയിലൂടെ ഈ ഒരു ചരിത്രം അല്ലെങ്കിൽ എന്താണ് മ്യൂസിയത്തിൽ നൽകിയിരിക്കുന്ന ചരിത്ര വിവരങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ സ്ഥാപിതമായ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം എവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നത്? പൊന്നാനിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. ഏത് മ്യൂസിയം ആണെന്ന് ഓർത്തു വെക്കുക? നില ഹെറിറ്റേജ് മ്യൂസിയം ആണ്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അവർ ലേഡി ഓഫ് ഗ്രേസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഓർത്തു വെക്കുക. മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ വസായി എന്നുള്ള പ്രദേശത്താണെന്നാണ് അവർ ലേഡി ഓഫ് ഗ്രേസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 2025 സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡുകളിൽ അവാർഡ് ഓഫ് മെറിറ്റ് നേടിയിരിക്കുന്ന ഒരു ദേവാലയമാണെന്നാണ് ഈ ഒരു ദേവാലയം. അതായത് അവർ ലേഡി ഓഫ് ഗ്രേസ് കത്തീഡ്രൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പാപ്ഡി ഓർത്തു വെക്കുക. എന്താണ്? പാപ്ഡി എന്നുള്ള ഗ്രാമത്തിലാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2025 എന്തിനു വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ്? സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ വളരെയധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ്. അപ്പോൾ ഇതിന്റെ നിർമ്മിതിക്കും ഒരു പ്രത്യേകതയുണ്ട്. സിമെന്റോ അതേപോലെ തന്നെ ഇഷ്ടികയോ ഉപയോഗിച്ചല്ല ഈ ഒരു ദേവാലയം പണിതിരിക്കുന്നത്. പകരം എന്താണ്? കല്ലും മണ്ണും ഉപയോഗിച്ച് മാത്രം, സമ്പൂർണ്ണമായിട്ട് കല്ലും മണ്ണും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ദേവാലയം പണിതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോർച്ചുഗീസ് വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ ഒരു ദേവാലയം പണിതിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? അവർ ലേഡി ഓഫ് ഗ്രേസ് കത്തീഡ്രൽ ആണ് 2025 യുനെസ്കോ പുരസ്കാരം നേടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരമാണ്, അവാർഡാണ് നേടിയിരിക്കുന്നത്. ഇനി വരുന്ന PSC എക്സാമുകളെ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിവിടം ബുക്കുകൾ നല്ല രീതിയിൽ വാങ്ങിക്കുകയും അതേപോലെ പഠിച്ചു തീർത്തും കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ഈ പഠിച്ചു തീർത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി SCERT അറിവിടം പ്രാക്ടീസ് ബുക്കുകൾ പുറത്തിറക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള സോഷ്യൽ സയൻസിന്റെ പ്രാക്ടീസ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, അതേപോലെ എക്കണോമിക്സ്, പൗരധർമ്മം തുടങ്ങിയ വിഷയങ്ങൾ എന്താണ് അവയെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ SCERT പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ബുക്കിന്റെ പ്രൈസ് വരുന്നത് 270 രൂപയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 250 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എന്താണ് ആ ഒരു SCERT പാഠഭാഗങ്ങളാണ്, ചാപ്റ്ററുകളാണ് എന്താണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. SCERT എന്തായാലും SCERT പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് PSCക്ക് വന്നാൽ എന്താണ് എല്ലാത്തിനും ആൻസർ ചെയ്യണം എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു ബുക്ക് വാങ്ങി നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ നിലവിൽ വന്നത് എവിടെയെന്നാണ് ഓർത്തു വെക്കാം. ഉത്തർപ്രദേശിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള മെട്രോയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ എവിടെയാണ് നിലവിൽ വന്നിരിക്കുന്നത് ഓർത്തു വെക്കുക. മീററ്റ് ഓർത്തു വെക്കുക. മീററ്റ് സൗത്തിനും എന്താണ് മീററ്റ് സൗത്തിനും അതേപോലെ തന്നെ മോദിപുരത്തിനും എന്താണ് മോദി ഓർത്തു വെക്കുക. മോദിപുരത്തിനും ഇടയിലായിട്ടാണ് ഈ ഒരു സർവീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോയാണ്. ഇനി ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലെ നമോ ഭാരത് ഓർത്തു വെക്കുക. നമോ ഭാരത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ ബാക്കി ശേഷിക്കുന്ന ഭാഗവും എന്താണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ഫെബ്രുവരിയിൽ ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും മേഖലയിൽ പരസ്പര സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? ബ്രസീലാണ്. അപ്പോൾ ബ്രസീലും അതേപോലെ തന്നെ ഇന്ത്യയും ചേർന്നിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക? ധാതുക്കളുടെയും അതേപോലെ അപൂർവ മൂലകങ്ങളുടെയും മേഖലയിൽ പരസ്പര സഹകരണം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ടും അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ എന്താണ് ചൈനയെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആശ്രയം എന്താണ് കുറയ്ക്കുക, അതെന്താണ് ബ്രസീലിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ബ്രസീലുമായിട്ട് കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയും ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു സഹകരണത്തിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ബ്രസീലാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ടെറ്റനസ് അഡൽട്ട് ഡിഫ്തീരിയ വാക്സിൻ ഇന്ത്യ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വാക്സിനുകളാണെന്ന് ഓർത്തു വെക്കുക. ടെറ്റനസ് അതേപോലെ അഡൽട്ട് ഡിഫ്തീരിയ തുടങ്ങിയ അന്നുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനുകളാണ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ 2026 ഏപ്രിലോട് കൂടിയിട്ട് 55 ലക്ഷത്തോളം ഡോസുകൾ പുറത്തിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡോസുകൾ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന് കീഴിലായിട്ട് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന
സൃഷ്ടിച്ചിരിക്കുകയാണ്. ടെറ്റനസ് അതേപോലെ അഡൾട്ട് ഡിഫ്തീരിയ വാക്സിനുകൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ 55 ലക്ഷത്തോളം ഡോസുകളാണ് 2026 ഏപ്രിലോടുകൂടി പുറത്തിറങ്ങുന്നത്. ഇനി ഒരു പ്രതിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സി രാജഗോപാലാചാര്യയുടെ പ്രതിമ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക. രാഷ്ട്രപതി ഭവനിലാണ്. എവിടെയാണ്? രാഷ്ട്രപതി ഭവനിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിതമാവുന്നത് വേറൊരു പ്രതിമ മാറ്റി സ്ഥാപിച്ചുകൊണ്ടാണ്. ഓർത്തുവെക്കുക. ബ്രിട്ടീഷ് ആർക്കിടെക്ടർ ആയിട്ടുള്ള എഡ്വിൻ ല്യൂട്ടൻസ്. ഓർത്തുവെക്കുക, അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം ഓർത്തുവെക്കുക. എഡ്വിൻ ല്യൂട്ടൻസ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതിമ എന്താണ്? മാറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് ആരുടെ പ്രതിമ സ്ഥാപിതമാവുന്നത്? സി രാജഗോപാലാചാര്യയുടെ പ്രതിമ സ്ഥാപിതമാവുന്നത്. അപ്പോൾ 2026 ഫെബ്രുവരി 23 ഈ ഒരു രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന രാജാജി ഉത്സവിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമാവുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ PSCയിൽ പഠിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഭാരത് രത്ന ലഭിച്ചത് ഏത് വർഷമാണ്? 1954ലാണ്. 1954ലാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്താണ് പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന പ്രഖ്യാപിച്ചപ്പോൾ 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് 1954ലാണ്. അതിൽ ഒരാളാണ് ആരാണ്? സി രാജഗോപാലാചാരി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. മറ്റ് 2 പേർ ആരാണ്? CV രാമനും അതേപോലെ S രാധാകൃഷ്ണൻ. അപ്പോൾ ഈ ഒരു 3 പേർക്കാണ് എന്താണ് 1954 ആദ്യമായിട്ട് ഭാരത് രത്ന പ്രഖ്യാപിച്ചപ്പോൾ ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറലും അതേപോലെ അവസാനത്തെ ഇന്ത്യൻ ഗവർണർ ജനറലും ആര് തന്നെയായിരുന്നു? സി രാജഗോപാലാചാരി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവിയിൽ ഇരുന്ന വർഷം ഏതാണ്? കാലയളവ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. 1948 മുതൽ 50 വരെയാണെന്താണ് അദ്ദേഹം ഗവർണർ ജനറൽ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമയാണ് സ്ഥാപിതമാവുന്നത്. എവിടെയാണ് സ്ഥാപിതമാവുന്നത്? രാഷ്ട്രപതി ഭവനിലാണ് സ്ഥാപിതമാവുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഏതെന്നാണ്? ഓർത്തുവെക്കുക, US സുപ്രീം കോടതിയാണ് കേട്ടോ. US സുപ്രീം കോടതിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ തീരുവയൊക്കെ പല രാജ്യങ്ങളുടെ മേലും ചുമത്തിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിടെ നമ്മൾ നോക്കിയതായിരുന്നതാണ് ഇറാനുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തിയ കാര്യം. അതേപോലെ ഇതിനു മുമ്പ് ഇന്ത്യയുടെ മേലും തീരുവയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആഗോളതലത്തിൽ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവകളെല്ലാം നിയമവിരുദ്ധമാണ്. ഈ ഇത്തരത്തിലുള്ള ഇറക്കുമതി ചുങ്കങ്ങളും കാര്യങ്ങളും ഒക്കെ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപനം നടത്തിയ കോടതി ഏതാണെന്ന് ഓർത്തു വെക്കുക. US സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മേ ബി ഇതിന്റെ ഉത്തരവെല്ലാം ഫൈനൽ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു എമൗണ്ടുകളൊക്കെ രാജ്യങ്ങൾക്ക് തിരിച്ച് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കേസ് വന്നപ്പോൾ ഈ ഒരു കേസിൽ ട്രംപിനെതിരെ വാദിച്ച ഒരു ഇന്ത്യൻ അഭിഭാഷകനാണ്. അപ്പോൾ ആ ഒരു അഭിഭാഷകന്റെ പേര് കൂടി ഓർത്തു വെക്കുക. നീൽ കത്യാൽ. ഓർത്തു വെക്കുക, നീൽ കത്യാൽ എന്നാണ്. നീൽ കത്യാൽ എന്നുള്ള അഭിഭാഷകനാണ്, ഇന്ത്യൻ വംശജനായിട്ടുള്ള അഭിഭാഷകനാണ് ഈ ഒരു കേസിൽ ട്രംപിനെതിരായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ആഗോള തീരുവകളെല്ലാം നിയമവിരുദ്ധമാണെന്നുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഏത് കോടതിയാണ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയത്? US സുപ്രീം കോടതിയാണ്. ഇനി ഒരു കേസിൽ ട്രംപിനെതിരെ വാദിച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ വംശജനായിട്ടുള്ള അഭിഭാഷകൻ ആരാണെന്ന് ഓർത്തു വെക്കുക, നീൽ കത്യാലാണ്. ഇനി നമ്മൾ 2026 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ ഇറ്റലിയിലെ മിലാനിലും അതേപോലെ കോർട്ടിന ഡി അംബൈസോയിലുമായിട്ടാണ് 2026 വിന്റർ ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക? നോർവേ ആണ് കേട്ടോ. നോർവേ ആണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് US ആണ്. 3ാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ആണ്. 3ാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നോർവേ ആണ്, 2ാം സ്ഥാനത്ത് US ആണ്, 3ാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ആണ്. ഇനി ഇന്ത്യക്ക് ഈ ഒരു ഒളിമ്പിക്സിൽ മെഡലുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇനി 1ാം സ്ഥാനത്ത് വന്നത് നോർവേ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 41 മെഡലുകളാണ് ആകെ നേടിയിരിക്കുന്നത്. 41 മെഡലുകളാണ് ആര് നേടിയിരിക്കുന്നത്? നോർവേ നേടിയത്. 2026 വിന്റർ ഒളിമ്പിക്സിൽ നേടിയത്. ഇതിലൂടെ നോർവേ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു വിന്റർ ഒളിമ്പിക്സിൽ ഒരു രാജ്യം നേടുന്ന ഏറ്റവും ഉയർന്ന മെഡലുകളുടെ എണ്ണമായി മാറിയിരിക്കുകയാണ്.
അതായത് ഒരു ഒളിമ്പിക്സിൽ എന്താണ്, ഒരു വിന്റർ ഒളിമ്പിക്സിൽ ആദ്യമായിട്ടാണ് 41 മെഡലുകൾ ഒരു രാജ്യം നേടുന്നത്. അത് ഏത് രാജ്യമാണെന്ന് ഓർത്ത് വെക്കുക, നോർവേ ആണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു ഒളിമ്പിക്സിന്റെ വേദികൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഓർത്ത് വെക്കുക 2026 വിന്റർ ഒളിമ്പിക്സ് മാത്രമല്ല, ഇതിന് മുമ്പുള്ളായിരുന്ന 2 ഒളിമ്പിക്സിൽ ആര് തന്നെയാണ് വിജയിച്ചിരുന്നത്? മെഡൽ ടേബിളിൽ 1-ാം സ്ഥാനത്ത് വന്നിരുന്നത് നോർവേ ആണ് കേട്ടോ. അപ്പോൾ നോർവേ തുടർച്ചയായി 3-ാമത്തെ വർഷമാണെന്താണ് ഈ ഒരു മെഡൽ ടേബിളിൽ 1-ാം സ്ഥാനം നിലനിർത്തുന്നത്. ഇനി ഈ ഒരു ഒളിമ്പിക്സിലൂടെ തന്നെ, ഈ ഒരു വിന്റർ ഒളിമ്പിക്സിലൂടെ മറ്റൊരു വ്യക്തിയും മറ്റൊരു താരവും എന്താണ് ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഒളിമ്പിക്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി എന്നുള്ള റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാണെന്ന് ഓർത്ത് വെക്കുക, യോഹന്നാസ് ഹോസ്ഫ്ലോട്ട് ആണ് കേട്ടോ. യോഹന്നാസ് ഹോസ്ഫ്ലോട്ട് കെബ്ലോ എന്നുള്ള ഒരു താരമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക 2026 നടന്ന ഈ ഒരു വിന്റർ ഒളിമ്പിക്സിലെ മെഡൽ ടേബിളിലെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് 1-ാം സ്ഥാനം നേടിയത് നോർവേ ആണെന്ന് പറഞ്ഞു. ഇനി ഒരു മത്സരം നടന്നത് ഇറ്റലിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2030 അടുത്ത ഒളിമ്പിക്സ്, അടുത്ത വിന്റർ ഒളിമ്പിക്സ് 2030 നടക്കുന്നത്. അപ്പോൾ 2030 നടക്കുന്ന ഈ ഒരു വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? അത് ഫ്രഞ്ച് ആൽപ്സിലാണ് കേട്ടോ. ഫ്രാൻസിലെ ഫ്രഞ്ച് ആൽപ്സിലാണ് 2030 വിന്റർ ഒളിമ്പിക്സ് വേദിയാവുന്നത്. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകളായിട്ടുള്ള ബെബ്കോ LDC, അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് പഠിക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഒരു റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത 200-ലധികം മണിക്കൂറുകളാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ടോപ്പിക് വൈസ് എക്സാമും റിവിഷൻ എക്സാമും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കറണ്ട് അഫയേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 200-ലധികം മെറ്റീരിയൽസും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഒരൊറ്റ കോഴ്സിലൂടെയാണ്. 1499 രൂപ മാത്രമാണ് ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത്. കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഫിലിം അവാർഡായിരുന്നു. 2026 ബെഫ്ത ഫിലിം അവാർഡാണ് നോക്കിയത്. മികച്ച സിനിമ ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള ചിത്രമാണ്. മികച്ച നടനായിട്ടുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? റോബർട്ട് ആരമായോക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ജെസ്സി ബെക്കലിക്കാണ്. അതേപോലെ തന്നെ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പോൾ തോമസ് ആൻഡ്രേസൺ ആണ്. ഇനി ഈ ഒരു അവാർഡിൽ ഇന്ത്യൻ ചിത്രമായിട്ടുള്ള ബൂങ് എന്നുള്ള ചിത്രം ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതെന്നാണ്? തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു കഫേ നിലവിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് 2026 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തെ SIR അന്തിമ വോട്ടർ പട്ടികയിൽ പ്രകാരമുള്ള പോയിന്റുകളായിരുന്നു. ആ പോയിന്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ കേരളത്തിൽ സ്ഥാപിതമായ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതെന്നാണ്? നില ഹെറിറ്റേജ് മ്യൂസിയം ആണ്. എവിടെയാണ് സ്ഥാപിതമായത്? പൊന്നാനിയിലാണ് സ്ഥാപിതമായത്. പിന്നീട് നമ്മൾ നോക്കിയത് അവർ ലേഡി ഓഫ് ഗ്രേസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? മഹാരാഷ്ട്രയിലെ വസായി എന്നുള്ള പ്രദേശത്താണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2025 സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡുകളിലെ അവാർഡ് ഓഫ് മെറിറ്റ് നേടിയിട്ടുള്ള ഒരു ദേവാലയമാണ്. അപ്പോൾ 2025 പുരസ്കാരമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എവിടെയാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്. പിന്നീട് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ നിലവിൽ വന്നത് എവിടെയെന്നാണ്? ഉത്തർപ്രദേശിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ഫെബ്രുവരിയിൽ ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും മേഖലയിൽ പരസ്പര സഹകരണത്തിനായിട്ട് ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? ബ്രസീലാണ്. അപ്പോൾ ബ്രസീലും ഇന്ത്യയും തമ്മിലാണ് ഇത്തരത്തിലൊരു ഈ ഒരു സഹകരണ മേഖലയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് തദ്ദേശീയമായി നിർമ്മിച്ച ടെറ്റനസ് അഡൽട്ട് ഡിഫ്തീരിയ വാക്സിനുകൾ ഇന്ത്യ പുറത്തിറക്കി എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ 2026 ഏപ്രിലോട് കൂടി 55 ലക്ഷം ഡോസുകളാണ് പുറത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് CP രാജഗോപാലാചാര്യയുടെ പ്രതിമ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്? അപ്പോൾ രാഷ്ട്രപതി ഭവനിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമാവുന്നത്. 2026 ഫെബ്രുവരി 23 നടക്കുന്ന രാജാജി ഉത്സവിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമാവുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള തീരുവകൾ നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച കോടതി ഏതെന്നാണ്? US സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള തീരുവകളെല്ലാം ചുമത്തിയിരിക്കുന്നത്, മറ്റ് രാജ്യങ്ങളുടെ മേലെ ചുമത്തിയത് എന്നുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ബാധിച്ച നമ്മുടെ ഇന്ത്യൻ വംശജൻ ആരെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീൽ കത്യാലാണ്. അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കിയത് 2026 ഫെബ്രുവരിയിൽ ഇറ്റലിയിൽ നടന്നിട്ടുള്ള വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ്. മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് നോർവേ ആണ്. നോർവേക്ക് ഒരു റെക്കോർഡ് കൂടി സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിന്റർ ഒളിമ്പിക്സിൽ ഒരു രാജ്യം നേടുന്ന ഏറ്റവും ഉയർന്ന മെഡലുകളുടെ എണ്ണം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2-ാം സ്ഥാനത്ത് വന്നത് US ആണ്. 3-ാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി 2030 അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ഒളിമ്പിക്സിന്റെ വേദി ഫ്രാൻസിലെ ഫ്രഞ്ച് ആൽപ്സ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക.
കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. അടുത്ത ചോദ്യം ഇതാണ്: വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കാൻ നിയമ ഭേദഗതി ആലോചിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കെ സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മലപ്പുറമാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: 2026 ഫെബ്രുവരി രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്നുള്ള റെക്കോർഡ് നേടിയത് ആരെന്നാണ്? ഓപ്ഷൻ ബി ആണ്, ഹർമൻപ്രീത് കൗർ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.